അപ്പോൾ നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. എന്താണ് റിഡംഷൻ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാമോ? റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന്? ചിലപ്പോൾ തിയറി ചിലപ്പോൾ ചോദിക്കാം 2 മാർക്കിന്. വാട്ട് ഈസ് റിഡംഷൻ? എന്താണ് റിഡംഷൻ എന്ന് പറഞ്ഞാൽ? റിഡംഷൻ എന്ന് പറഞ്ഞാൽ റീപേയ്മെന്റ് ഓഫ് ഡിബഞ്ചേഴ്സ്. മനസ്സിലായോ? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മക്കളെ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലേ? ഇപ്പം കമ്പനിക്ക് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്, ഒരു 10 ലക്ഷം രൂപയുടെ കമ്പനിക്ക് അത്യാവശ്യമുണ്ട്. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? ഡിബഞ്ചർ വിൽക്കും. കമ്പനിയുടെ സ്വന്തം ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് അല്ലെ കടപ്പത്രമായിട്ടുള്ള കമ്പനി ഡിബഞ്ചർ വിൽക്കും. ഡിബഞ്ചർ വിൽക്കുന്നത് ഒരു 10 വർഷത്തേക്കായിരിക്കും. കാരണം 10 വർഷം വരെ നമ്മൾ അയാൾക്ക് പലിശ കൊടുത്തുകൊണ്ടേയിരിക്കണം. 10ാമത്തെ വർഷമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? കൊടുത്ത ഡിബഞ്ചർ തിരിച്ചു വാങ്ങും. അതിനെയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുക. മനസ്സിലായോ? അപ്പോൾ റിഡംഷൻ എന്ന് പറഞ്ഞാൽ റീപേയ്മെൻ്റ് ആണ്. നമ്മൾ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ നമ്മൾ തിരിച്ചു മേടിക്കില്ലേ? ഒരാൾക്ക് കൊടുത്ത ഡിബഞ്ചർ ഇത്ര കാലാവധി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു മേടിക്കണം അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുക. അത് സാധാരണ തിരിച്ചു വാങ്ങുന്നത് ഒന്നില്ലെങ്കിൽ ഒറിജിനൽ വിലയ്ക്ക് അല്ലെങ്കിൽ കൂടുതൽ വിലയ്ക്ക്, ഇഷ്യൂഡ് അറ്റ് പാർ അല്ലെങ്കിൽ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, 2 രീതിയിലാണ് റിഡംഷൻ ചെയ്യുക. എങ്ങനെയൊക്കെയാണ് 2 രീതിയിൽ റിഡംഷൻ ചെയ്യുക? റിഡീമബിൾ അറ്റ് പാറും റിഡീമബിൾ അറ്റ് പ്രീമിയം. ഇഷ്യൂഡ് അല്ല, റിഡീമബിൾ അറ്റ് പാറും പ്രീമിയം. ഒരിക്കലും വില കുറച്ച് നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. നമ്മൾ വിറ്റ സാധനം വാങ്ങാൻ ചെല്ലുമ്പോൾ അവരാരെങ്കിലും കുറച്ച് തരുമോ മക്കളെ? കുറച്ച് തരുമോ? ഒരിക്കലും തരൂല. അപ്പൊ റിഡംഷൻ ഓൺലി ഫോർ എന്തിൽ മാത്രമേ നടക്കുള്ളൂ? പാർ ആൻഡ് പ്രീമിയം. മനസ്സിലായോ? പാറിലും പ്രീമിയത്തിലും മാത്രമേ റിഡംഷൻ നടക്കുള്ളൂ. ക്ലിയർ അല്ലേ? കത്തിയില്ലേ? പക്ഷേ നമ്മൾ ഡിബഞ്ചർ വിൽക്കുമ്പോഴോ ഇഷ്യൂ ചെയ്യുമ്പോഴോ ഈ 3-ൽ നടക്കാം. എങ്ങനെ? പാറിൽ നടക്കാം, പ്രീമിയത്തിൽ നടക്കാം, ഡിസ്കൗണ്ടിൽ നടക്കാം. മനസ്സിലായോ? അപ്പോൾ ഒരു ഡിബഞ്ചർ നമ്മൾ ഒരാൾക്ക് വിൽക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ വിൽക്കാം, ഏതൊക്കെ രീതിയിൽ ഇഷ്യൂ ചെയ്യാം? പാറിലും ചെയ്യാം, അതായത് ഒറിജിനൽ വിലയ്ക്കും വിൽക്കാം, പ്രീമിയം കൂടുതൽ വിലയ്ക്കും വിൽക്കാം, കുറവ് വിലയ്ക്ക് ഡിസ്കൗണ്ടിലും വിൽക്കാം. പക്ഷേ റിഡംഷൻ തിരിച്ചു മേടിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എങ്ങനെ മാത്രമേ റിഡംഷൻ ചെയ്യാൻ പറ്റുള്ളൂ? പാറും പ്രീമിയം. അപ്പോൾ ഇവിടെ 6 സിറ്റുവേഷൻ വരുന്നുണ്ട്. നോക്കി, നമ്മൾ വിറ്റത് ഒറിജിനൽ വിലയ്ക്ക്, ഇഷ്യൂഡ് അറ്റ് പാർ. ഇപ്പോൾ 100 രൂപയുടെ ഡിബഞ്ചറാന്ന് കരുതുക. 100 രൂപയുടെ ഡിബഞ്ചർ കടപ്പത്രം നമ്മൾ എന്ത് ചെയ്തു? 100 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഇഷ്യൂഡ് അറ്റ് പാർ. ക്ലിയർ അല്ലേ? തിരിച്ച് മേടിക്കാൻ ചെന്നപ്പോൾ 10 വർഷം കഴിഞ്ഞ് തിരിച്ച് മേടിക്കാൻ ചെന്നപ്പോൾ അയാൾ 100 രൂപ തന്നെയാണ് ചോദിച്ചുള്ളൂ. അപ്പോൾ അതിനെന്താ റിഡംഷൻ ആയിട്ട് എന്താ പറയുക? അതിനെ പാറ് തന്നെ. അപ്പോൾ ഒന്നാമത്തെ കേസ് മനസ്സിലായ? ഇഷ്യൂഡ് അറ്റ് പാറ്, റെഡീമബിൾ അറ്റ് പാറ്. 100 രൂപയുടെ സാധനം വിറ്റത് 100 രൂപയ്ക്ക് 10 വർഷം കഴിഞ്ഞോ 5 വർഷം കഴിഞ്ഞോ തിരിച്ച് മേടിക്കാൻ ചെല്ലുമ്പോൾ അവർ ചോദിച്ചതും 100 രൂപ തന്നെ. അപ്പോൾ ആ കേസിന് എന്താ വിളിക്കുക? ഇഷ്യൂഡ് അറ്റ് പാറ്, റെഡീമബിൾ അറ്റ് പാറ്. ക്ലിയർ ആണോ? ഫസ്റ്റ് കേസ് ക്ലിയർ ആയോ? എല്ലാവരും ക്ലിയർ ആയോ? യെസ്. അതിന് ജേണൽ എൻട്രി എന്തായിരിക്കും? അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. സിമ്പിൾ ആണ്. അതിന് എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ഓക്കെ. ഇനി അടുത്ത 2ാമത്തെ കേസാണ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. മക്കളെ, 100 രൂപയുടെ സാധനം ഞാൻ 110 രൂപയ്ക്കാണ് വിറ്റത്. 100 രൂപയുടെ സാധനം എന്ത് ചെയ്തു? വിറ്റു. പക്ഷെ തിരിച്ചു മേടിക്കാൻ ചെന്നപ്പോഴോ അവർ 100 രൂപ ചോദിച്ചുള്ളൂ. അപ്പോൾ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റെഡീമബിൾ അറ്റ് പാർ. കത്തിയാ? രണ്ടാമത്തെ കേസ് മോളെ, ഞാൻ എൻ്റെ കമ്പനിയുടെ ഡിബഞ്ചർ ഞാൻ 110 രൂപയ്ക്കാണ് വിറ്റത്. ഓക്കെ അല്ലേ? എത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തേ? 10. പക്ഷെ വാങ്ങാൻ ചെന്നപ്പോൾ 10 വർഷം കഴിഞ്ഞ് വാങ്ങാൻ ചെന്നപ്പോൾ അയാൾ എന്ത് പറഞ്ഞുള്ളൂ? 100 രൂപ മതി എന്ന് പറഞ്ഞു. മനസ്സിലായോ മോളെ? അപ്പൊ വിറ്റത് 110 രൂപയ്ക്ക് പ്രീമിയത്തിന്, ഇഷ്യൂ ചെയ്ത പ്രീമിയത്തിന്, തിരിച്ചു മേടിക്കാൻ ഒറിജിനൽ വിലക്കല്ലേ. അപ്പൊ അതിനെന്ത് വിളിക്കാം? പാർ എന്ന് പറയാം. ഓക്കെ അല്ലേ? സെറ്റായില്ലേ? അപ്പൊ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റെഡീമബിൾ അറ്റ് പാർ. അപ്പൊ അതിന്റെ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം. പ്രീമിയത്തിൽ വരുമ്പോൾ 2 എന്നല്ലേ നമ്മൾ എഴുതാം അല്ലേ? പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലേ? അപ്പൊ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് മാത്രം എഴുതിയാൽ പോരാ, ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് കൂടെ എഴുതണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? രണ്ടാമത്തെ എൻട്രി. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇഷ്യൂ ചെയ്ത പാറില്, രണ്ടാമത് ഇഷ്യൂ ചെയ്ത പ്രീമിയത്തിൽ, അപ്പൊ മൂന്നാമത് ഇഷ്യൂ ചെയ്യുന്ന എങ്ങനെ ഇരിക്കും?
ഡിസ്കൗണ്ടിൽ. അപ്പൊ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റിഡീമബിൾ അറ്റ് പാർ. ഈ റിഡംഷൻ എല്ലാം പാറിൽ നമ്മൾ ആദ്യം പറയാം, എന്നിട്ട് പിന്നെ പ്രീമിയം എടുക്കാം നമുക്ക് കേട്ടോ, 3 സിറ്റുവേഷനും. അപ്പോൾ ഇനി നമ്മൾ വിറ്റത് 100 രൂപയുടെ സാധനം ഞാൻ 90 രൂപയ്ക്ക് വിറ്റു, അല്ലെങ്കിൽ 95 രൂപയ്ക്ക് വിറ്റു, വില കുറച്ച് വിറ്റു. അപ്പോൾ അതിനെന്താ പറയുക? ഒറിജിനൽ വിലയിനേക്കാൾ വില കുറച്ച് വിറ്റാൽ അതിനെന്താ വിളിക്കുക? ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. തിരിച്ച് മേടിക്കാൻ ചെന്നപ്പോഴോ അവർ 100 രൂപ ചോദിച്ചു. തിരിച്ച് മേടിക്കാൻ ചെന്നപ്പോൾ അവർ എത്ര ചോദിച്ചു? 100 രൂപ ചോദിച്ചു. അപ്പോൾ റെഡീമബിൾ അറ്റ് പാർ. അപ്പോൾ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് അല്ലേ വരിക? അപ്പോൾ എൻട്രി ഇങ്ങനെ വരിക, ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ക്ലിയർ ആയോ എൻട്രി? സിമ്പിളാണ് കേട്ടോ. എന്നിട്ട് പറയാം, ഫസ്റ്റത്തെ 3 കേസ് പറയുന്നത് എന്താ? റിഡംഷൻ പാറിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇഷ്യൂഡ് അറ്റ് പാർ, റിഡീമബിൾ അറ്റ് പാർ. അടുത്ത ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റിഡീമബിൾ അറ്റ് പാർ. അടുത്ത ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റിഡീമബിൾ അറ്റ് പാർ. കത്തിയോ? 3 കേസ് മനസ്സിലായോ? അതായത് ഇഷ്യൂ ചെയ്തത് 3 കേസിലും പറയാം, പാറ്, പ്രീമിയം, ഡിസ്കൗണ്ട്. റിഡീമബിൾ 3ലും എന്ത് ഇടാം? പാറിടാം. മനസ്സിലായോ? ഇനി അടുത്ത റിഡീമബിൾ പ്രീമിയം എടുക്കാൻ പോണേ. ഈ 3 മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഇഷ്യൂഡ് അറ്റ് പാർ, റിഡീമബിൾ അറ്റ് പാർ ആണെങ്കിൽ എൻട്രി പറഞ്ഞേ, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. എൻട്രി പറഞ്ഞ എല്ലാവരും? അടുത്ത പ്രീമിയത്തിലാണ് വിൽക്കണമെങ്കിലോ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് മാത്രം മതിയോ? ടു സെക്യൂരിറ്റി എപ്പോഴും പ്രീമിയം ക്രെഡിറ്റ് വരെ, ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഇനി ഡിസ്കൗണ്ട് വരുമ്പോൾ എപ്പോഴും ഡെബിറ്റ് അല്ലേ വരിക? അപ്പൊ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് മതിയോ? പോരാ, ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ക്ലിയർ ആയ 3 എൻട്രി? ഓക്കെ. അടുത്ത 3 കേസാണ്. അടുത്ത 3 കേസ് ഇതുപോലെ തന്നെയാണ്, പക്ഷേ റെഡീമബിൾ അറ്റ് എന്തായിരിക്കും? പ്രീമിയം ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതിന് 3 കേസ് പറഞ്ഞേ, ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പ്രീമിയം. അതെന്താ കേസ് എന്നറിയോ? 100 രൂപയ്ക്ക് വിറ്റ സാധനം തിരിച്ച് മേടിക്കാൻ ചെന്നപ്പോൾ അയാൾ 110 രൂപ ചോദിച്ചു. അപ്പോൾ വിറ്റത് ഒറിജിനൽ വിലയ്ക്കാ, റെഡീം ചെയ്തതോ കൂടുതൽ വിലയ്ക്കാ. അതാണ് ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പ്രീമിയം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ അതിന് എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് അറ്റ്. ലോസ് വരില്ലേ കമ്പനിക്ക്? 100 രൂപയ്ക്ക് വിറ്റ സാധനം 110 രൂപയ്ക്ക് തിരിച്ച് മേടിക്കാൻ ചെല്ലുമ്പോൾ ലോസ് വരൂലേ? നഷ്ടം വരൂലേ? എത്ര നഷ്ടം വരും? 100 രൂപയുടെ സാധനം 110 രൂപയ്ക്ക് വിറ്റാൽ എത്ര നഷ്ടം വരും? 10 രൂപ. അപ്പോൾ നമ്മൾ ലോസിൽ എത്ര എഴുതണം? 10 എഴുതണം. ടു ഡിബഞ്ചേഴ്സ്. ഇത് റിഡംഷൻ ചെയ്യുന്നതല്ലേ പ്രീമിയത്തിൽ? ഇഷ്യൂ ചെയ്തതല്ലല്ലോ പ്രീമിയത്തിൽ, ആണോ? റെഡീമബിളാ. അപ്പൊ റെഡീമബിൾ പ്രീമിയത്തിൽ ചെയ്ത് നിങ്ങൾ ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്നല്ല എഴുതണ്ടേ? പിന്നെയോ ടു പ്രീമിയം ഓൺ റിഡംഷൻ എന്നാണ് എഴുതണ്ടേ കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതായത് ഇഷ്യൂ ചെയ്തത് പ്രീമിയത്തിലാണെങ്കിലാണ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എഴുതിയ. ഇവിടെ ഇഷ്യൂ ചെയ്തതല്ല പ്രീമിയത്തിൽ, പിന്നെയോ റെഡീം ചെയ്താണ് പ്രീമിയത്തിൽ. അപ്പൊ ടു പ്രീമിയം ഓൺ റിഡംഷൻ. എൻട്രി ക്ലിയർ ആയോ? കാണാതെ പഠിക്കണം. ഈ 3 കേസ് എൻട്രി പഠിക്കേണ്ട കാര്യമുള്ളൂ, ബാക്കി 3 മോളിത്ത് സിമ്പിൾ ആണല്ലോ. ഇത് 3 പഠിക്കണം കേട്ടോ. ഇത് ക്ലിയർ ആയോ എൻട്രി? പറയാം. 100 രൂപയ്ക്ക് വിറ്റ സാധനം ഇല്ലേ മോളെ? നമ്മൾ കമ്പനി 100 രൂപയ്ക്ക് വിറ്റു, അതിന് ഒറിജിനൽ വിലയ്ക്ക് വിറ്റു. ഓക്കെ. 10 വർഷം കഴിഞ്ഞ് വാങ്ങാൻ ചെന്നപ്പോൾ അവർ 110 രൂപ ചോദിച്ചു നമ്മളോട്. മനസ്സിലായോ മോളെ? അപ്പോൾ ഒറിജിനൽ വിലയ്ക്ക് വിറ്റ സാധനം 100 രൂപയുടെ ഫേസ് വാല്യൂള്ള സാധനം 100 രൂപയ്ക്ക് വിൽക്കേണ്ടതായിരുന്നു. അപ്പോൾ 100 രൂപയ്ക്ക് നമ്മൾ വിറ്റു. പക്ഷെ തിരിച്ച് മേടിക്കാൻ ചെന്നപ്പോഴോ അവർ 110 രൂപ ചോദിച്ചു. അപ്പോൾ എത്ര രൂപ കൂടുതൽ ചോദിച്ചവർ? അത് കമ്പനിക്ക് നഷ്ടമാണ് അല്ലേ? നഷ്ടമല്ലേ? അത് നമ്മൾ ലോസിൽ എഴുതണം. കത്തിയോ? അപ്പൊ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് അറ്റ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് ടു പ്രീമിയർ. എന്തുകൊണ്ടാണ് ഇവിടെ ടു സെക്യൂരിറ്റീസ് പ്രീമിയർ റിസർവ് വരാതിരുന്നത്? അല്ല, സെക്യൂരിറ്റീസ് പ്രീമിയം എപ്പോഴാണ് വരിക എന്നറിയോ? ഇഷ്യൂ ചെയ്യുന്ന പ്രീമിയത്തിലാണെങ്കിൽ വരിക. മനസ്സിലായോ മോളെ? ഡിബഞ്ചർ വിൽക്കുന്നത് പ്രീമിയത്തിലാണെങ്കിലാണ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് വരിക. ഇത് റിഡീം ചെയ്തതല്ലേ പ്രീമിയത്തിൽ? തിരിച്ച് വാങ്ങിയതല്ലേ 110 രൂപയ്ക്ക് 10 രൂപ എക്സ്ട്രാ ആക്കി. അങ്ങനെ തിരിച്ച് മേടിക്കുന്നത് പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ ടു എന്ന് പറയുക പ്രീമിയം ഓൺ റിഡംഷൻ എന്നാണ് എഴുതുക. കത്തിയാ? യെസ്. അടുത്ത കേസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റിഡീമബിൾ അറ്റ് പ്രീമിയം. അതായത് 100 രൂപയുടെ സാധനം
ഞാൻ 95 രൂപയ്ക്ക് വിറ്റു. 100 രൂപയുടെ സാധനം എത്ര രൂപയ്ക്ക് വിറ്റു? തിരിച്ച് മേടിക്കാൻ ചെന്നപ്പോഴേ 110 രൂപ ചോദിച്ചു. അപ്പോഴും കമ്പനിക്ക് എന്ത് തന്നെയാ? ലോസ് വരും അല്ലേ? അപ്പൊ ഡിസ്കൗണ്ട് ഇഷ്യൂ എന്ന കാരണം ഡിസ്കൗണ്ട് ചെയ്തില്ല കാരണം ഡിസ്കൗണ്ട് ഡെബിറ്റ് ആണ് ക്രെഡിറ്റ് ആണ് നേരത്തെ പറഞ്ഞു ഞാൻ. ഇഷ്യൂ ചെയ്ത ഡിസ്കൗണ്ട് ആണെങ്കിൽ എന്താ വരിക? ഡെബിറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നഷ്ടം വരുന്ന സുഖമാണ് കേട്ടോ. ഇത് റെഡീമബിൾ ആയിട്ട് പ്രീമിയം അല്ല. അപ്പോൾ സെയിം എൻട്രീനെ എഴുതിയാൽ മതി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് ടു പ്രീമിയം റിഡംഷൻ. അപ്പോൾ എക്സ്ട്രാ എൻട്രി ഒന്നും പഠിക്കേണ്ട, സെയിം എൻട്രി തന്നെ കേട്ടോ. ഓക്കെ അല്ലേ? പ്രോബ്ലം ചെയ്ത് കാണിക്കാം, അപ്പം ക്ലിയർ ആവും നിങ്ങൾക്ക്. ഈ ലോസിൽ നിങ്ങൾ ഡിസ്കൗണ്ട് എഴുതണം, റിഡംഷൻ പ്രീമിയം എഴുതണം കേട്ടോ. പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഈ 2 എൻട്രി കിട്ടിയോ എല്ലാവർക്കും? ലാസ്റ്റത്തെ ഇപ്പോൾ പറഞ്ഞ ഡിയും ഇയും ക്ലിയർ ആയോ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീമബിൾ അറ്റ് പ്രീമിയം. 100 രൂപയ്ക്ക് വിൽക്കേണ്ട സാധനം കമ്പനി എത്ര രൂപയ്ക്ക് വിറ്റത്? 95 പറയാം നമുക്ക്. 95 രൂപയ്ക്ക് വിറ്റു. തിരിച്ച് മേടിക്കാൻ ചെന്നപ്പോഴോ അവരെത്ര രൂപ ചോദിച്ചു? 110. അപ്പൊ കമ്പനി നഷ്ടം എത്ര രൂപയാ? 15 രൂപ. അതായത് ആ ഡിസ്കൗണ്ടും ആ 10 രൂപ ചേർത്ത് 15 വരും അല്ലേ? അപ്പൊ കമ്പനി ലോസ് എന്ന് പറഞ്ഞ് എഴുതേണ്ടത് 15 രൂപയാണ്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ 15 എഴുതണം. ക്ലിയർ ആയോ? കത്തിയോ? ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് ക്ലിയർ ആവും കേട്ടോ. ലാസ്റ്റ് കേസ് നോക്കി. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം റെഡീമബിൾ അറ്റ് പ്രീമിയം. വിറ്റത് എത്ര രൂപയ്ക്കാ? പ്രീമിയത്തിലാണ്. തിരിച്ചു മേടിക്കാൻ ചെന്നതും പ്രീമിയത്തിലാണ്. അപ്പോൾ അത് ഇഷ്യൂ ചെയ്ത പ്രീമിയത്തിലല്ലേ? അപ്പോൾ 2 എന്ത് വരും? ഇഷ്യൂ ചെയ്ത പ്രീമിയത്തിലാകുമ്പോൾ 2 എന്ത് വരും? സെക്യൂരിറ്റി പ്രീമിയം വരും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് ടു പ്രീമിയം റിഡംഷൻ ടു ഒരു സാധനം കൂടി വരും, സെക്യൂരിറ്റീസ് പ്രീമിയം. അത്രയേ ഉള്ളൂ. നേരത്തെ പഠിച്ച അതേ എൻട്രി തന്നെ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് കൂടി എഴുതിയാൽ മതി നിങ്ങൾ. ഓക്കെ അല്ലേ? രണ്ടും പ്രീമിയത്തിലാണെങ്കിൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് കൂടി ക്രെഡിറ്റിൽ എഴുതിയാൽ മതി. സിമ്പിൾ എൻട്രി. ഈ 6 എൻട്രി പഠിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയാമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? 6 എൻട്രി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? പറഞ്ഞോ. ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പാർ. Bank account up to debenture account. Very good. Issued at premium, redeemable at par. Bank account up to debenture to security premium. Okay. Issued at a discount, redeemable at par. Bank account up to discount on issue of debenture account up to debenture account. Okay. Issued at par, redeemable at premium. Bank account up to loss on issue of debenture account up to debenture to premium on redemption. Okay. അടുത്തത് issued at discount, redeemable at premium. Bank account up to loss on issue of debenture account up to debenture to premium on redemption. The same entry. Very good. അടുത്ത issued at premium and redeemable at premium. Bank account up to loss on issue of debenture account up to debenture to security premium to premium redemption. വെരി ഗുഡ്. അതായത് ലാസ്റ്റ് 3 കേസിൽ ലോസ് വരുന്നുണ്ട് ഡെബിറ്റിൽ. അത് മാത്രമേ 2 ഡിബഞ്ചറും ഉണ്ട്. അതിനകത്ത് പ്രീമിയം റിഡംഷനും എഴുതണം ക്രെഡിറ്റ് സൈഡിൽ. ലാസ്റ്റ് എൻട്രിയിൽ മാത്രം എന്തുണ്ട്? 2 സെക്യൂരിറ്റീസ് പ്രീമിയം കേട്ടോ. ബാക്കി 2 എൻട്രി സെയിം തന്നെയല്ലേ? സിമ്പിളാണ്. എൻട്രി പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇത് കാണാതെ പഠിച്ചോളൂ. ഇത് വെച്ച് പ്രോബ്ലം വരാറുണ്ട്. നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? റെഡിയാണോ? യെസ്. ക്വസ്റ്റ്യൻ ഇതാണേ. Journalize the following transactions relating to the issue of debentures. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. അതിൻ്റെ ജേണൽ എൻട്രി എഴുതുക. ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ ഇങ്ങനെയൊക്കെ തരുന്ന ക്വസ്റ്റിൽ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ 100 കണക്കാക്കുക. ഇവിടെ അടിയിൽ പറയുന്നുണ്ട് ഫേസ് വാല്യൂ ഒറിജിനൽ വില, ഡിബഞ്ചറിൻ്റെ ഒറിജിനൽ വില 100 രൂപയാണേ. ഫസ്റ്റ് വായിച്ചേ. എ ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ₹95, റീപേയബിൾ പറഞ്ഞാൽ റെഡീമബിൾ ആണ് കേട്ടോ, അറ്റ് ₹100. ഇത് ഏതാ കേസ്? ഇഷ്യൂഡ് അറ്റ് 95, റെഡീമബിൾ അറ്റ് 100 ആണ്. ഇത് ഏതാ കേസ്? ഡിസ്കൗണ്ടിൽ കൊടുത്തത്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു, റെഡീമബിൾ അറ്റ് പാർ അല്ലേ? പിന്നെ എൻട്രി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തേക്കണേ. അപ്പോൾ
ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡിബഞ്ചേഴ്സ്. അതിൽ ബാങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ എന്താ ഇഷ്യൂ ചെയ്ത എമൗണ്ട് ആണ് എഴുതേണ്ടത്. എത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തേക്കണേ? 95. ടു ഡിബഞ്ചറിൽ എപ്പോഴും ഫേസ് വാല്യൂ 100 രൂപ. അപ്പോൾ എത്ര ഡിസ്കൗണ്ട് വരും അവിടെ? 5 രൂപ. എൻട്രി ക്ലിയർ ആയ എല്ലാവർക്കും? ഫസ്റ്റ് എൻട്രി എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ഓക്കെ. ആർക്ക് റിപ്പീറ്റ് ചെയ്യുന്നല്ലോ? ക്ലിയർ? സെറ്റാണ്. അടുത്ത രണ്ടാമത്തെ കേസ് നോക്കി. എ ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ₹95. അപ്പോൾ ഇഷ്യൂ ചെയ്തത് 95-നാണേ. അപ്പോൾ അതേതാ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. റീപേയബിൾ അറ്റ് 105, 100-ന് മേളിലാണ്. തിരിച്ച് റെഡീം ചെയ്ത് 100-ന് മേളിലാണ്. അപ്പോൾ 100-ന് മേളിൽ വന്ന ഡിസ്കൗണ്ട് ആണോ പ്രീമിയം ആണോ? അപ്പോൾ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റെഡീമബിൾ അറ്റ് പ്രീമിയം. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റെഡീമബിൾ അറ്റ് പ്രീമിയം അല്ലെ? ലാസ്റ്റത്തെ തൊട്ട് മുമ്പത്തെ കേസ്. അപ്പോൾ ഏത് എൻട്രി വരിക? പറഞ്ഞ എൻട്രി പറഞ്ഞേ. ലോസ് ഓൺ ഇഷ്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് ടു പ്രീമിയം റിഡംഷൻ. അതിൽ ബാങ്കിൽ ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് എത്ര? ബാങ്കിലൂടെ ഇഷ്യൂ ചെയ്തേക്കണേ? 95. അപ്പം ബാങ്കിൽ 95 എഴുതുക. അവിടെ നിൽക്കട്ടെ. ടു ഡിബഞ്ചറിൽ ഫേസ് വാല്യൂ 100 രൂപ എഴുതുക. റിഡംഷൻ പ്രീമിയം എത്രയാ? റിഡംഷൻ ചെയ്തപ്പോൾ 105 രൂപയ്ക്കല്ലേ? അപ്പോൾ എത്ര രൂപ വരും അവിടെ പ്രീമിയം? 5. നഷ്ടം എത്രയാ? 95 രൂപയ്ക്ക് വിറ്റ സാധനം തിരിച്ച് മേടിക്കാൻ ചെന്നപ്പോഴേ 105 രൂപ ചോദിച്ചപ്പോൾ മൊത്തം എത്ര നഷ്ടം വന്നു? 10 രൂപ. ക്ലിയർ ആയ? കത്തിയ ലോസിൽ 10. സെറ്റ് അല്ലേ? ക്ലിയർ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ അല്ലേ? അടുത്ത നോക്കി. മൂന്നാമത്തെ നോക്കാം. എ ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ₹100. അതെന്താ ഇഷ്യൂഡ് അറ്റ്? റെഡീമബിൾ അറ്റ് 105. റെഡീമബിൾ അറ്റ് അപ്പോ അപ്പൊ ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പ്രീമിയം. സെയിം എൻട്രി തന്നെയല്ലേ? എൻട്രി പറഞ്ഞ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് ടു പ്രീമിയം റിഡംഷൻ. അതിൽ ബാങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത് എത്ര? ബാങ്കിൽ ഇഷ്യൂ ചെയ്തേക്കണേ എത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തേക്കണേ? 100. അപ്പോൾ 100. ബാങ്കിൽ നമ്മൾ 100 എഴുതുക. ടു ഡിബഞ്ചറിൽ 100 എഴുതുക. പ്രീമിയം എത്രയാണ്? 100 രൂപയുടെ സാധനം 105 രൂപയ്ക്കല്ല. അപ്പോൾ എത്രയാണ് പ്രീമിയം? 5. നഷ്ടം എത്രയാണ്? 100 രൂപയ്ക്ക് വിറ്റ സാധനം 105 രൂപയ്ക്ക് തിരിച്ചാൽ മേടിക്കാൻ ചെല്ലുമ്പോൾ എത്ര രൂപ നഷ്ടം? 5. അല്ല, ഡെബിറ്റ് ക്രെഡിറ്റ് എപ്പോഴും ഈക്വൽ ആവും കേട്ടോ. എമൗണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും എമൗണ്ട് ഈക്വൽ ആയിരിക്കും. യെസ്. അടുത്ത നോക്കി. അടുത്ത കേസ് ആര് പറയും? ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് 105. വിറ്റത് 105 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തേക്കണേ. അപ്പം 105 എന്ന് പറയുമ്പോൾ ഏതാ? പാറാണോ പ്രീമിയം ആണോ ഡിസ്കൗണ്ട് ആണോ? പ്രീമിയം. കൂടുതൽ വിലയ്ക്കാണ്. റീപേയബിൾ അറ്റ് 100, റെഡീമബിൾ ഒറിജിനൽ വിലയ്ക്ക്. അപ്പം റെഡീമബിൾ അറ്റ് അപ്പോൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത് റെഡീമബിൾ പാറിൽ നമ്മൾ പഠിച്ചില്ലേ? മൂന്നാമത്തെ കേസ് പറഞ്ഞേ. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി പറഞ്ഞേ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബഞ്ചേഴ്സ്. ഇതിൽ തെറ്റുണ്ട് കേട്ടോ. ഇതിൽ തെറ്റാണ്. ഇതിനകത്ത് ആ എൻട്രി തെറ്റുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബഞ്ചേഴ്സ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്നാണ് വരിക കേട്ടോ. ഇഷ്യൂ ചെയ്തതല്ലേ പ്രീമിയത്തിൽ. അപ്പോൾ ബാങ്കിൽ എത്ര വരും? 105. ഡിബഞ്ചറിൽ ഒറിജിനൽ വില 100, 5 രൂപ പ്രീമിയം. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇനി ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ കൂടി തരാം. അത് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്താൽ മതി. പറഞ്ഞു തരാം. നോക്കാം കേട്ടോ. ജേർണലൈസ് ദ ഫോളോയിങ് ഇൻ ദ ബുക്സ് ഓഫ് എ ലിമിറ്റഡ് കമ്പനി. ഇഷ്യൂഡ് 2000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്, റീപേയബിൾ അറ്റ് പാർ. അപ്പോൾ വിറ്റത് 100 രൂപയ്ക്കാണ്, റീപേ ചെയ്തതും പാറിലാണ്. അപ്പോൾ എന്താ? ഇഷ്യൂഡ് അറ്റ് രണ്ടും പാറില്ല. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിബഞ്ചേഴ്സ്. സെറ്റല്ലേ എൻട്രി? 2000 × 100. സെറ്റല്ലേ? അത് ഡിബഞ്ചറിന്റെ പേരാണ് 7% കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡിബഞ്ചറിന്റെ ഫ്രണ്ടിൽ വെറുതെ 7% കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ. അടുത്ത് നോക്കി. ഇഷ്യൂഡ് 2000 ഡിബഞ്ചർ ഓഫ് ₹100 അറ്റ് ₹95. 100 രൂപയുടെ ഡിബഞ്ചർ 95 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഇഷ്യൂഡ് അറ്റ്
അല്ല പാറല്ല, 100 രൂപയുടെ സാധനം at ₹95 എന്നാ. അപ്പൊ ഡിസ്കൗണ്ടിൽ വിറ്റു, റീപേബിൾ അറ്റ് പാർ. അപ്പൊ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു, റെഡീമബിൾ അറ്റ് പാർ. എന്താ എൻട്രി അപ്പോ? ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ഡിബെഞ്ചർ. ബാങ്കിൽ ഒറിജിനൽ വില ഇഷ്യൂ ചെയ്തത് എത്രയായിരുന്നു? 95 രൂപയ്ക്കല്ലേ. അപ്പൊ 2000 × 95. ടു ഡിബെഞ്ചറിൽ ഒറിജിനൽ വില 2000 × 100 20,000, 2 ലക്ഷം. ബാക്കി 10,000 എന്ത് വരും? 5 അല്ലേ വരണേ ഡിസ്കൗണ്ട്. അപ്പൊ 2000 × 5 1000 × 10 10,000. ക്ലിയർ ആയില്ലേ കത്തിയ? അടുത്ത കേസ് പറഞ്ഞേ. ഇഷ്യൂഡ് 2000 ഡിബെഞ്ചർ ഓഫ് ₹100 ഈച്ച് അറ്റ് ₹110 ഈച്ച്, റീപേബിൾ അറ്റ് പാർ. 100 രൂപയുടെ സാധനം 110 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തേക്കണേ. അപ്പൊ ഇഷ്യൂഡ് അറ്റ് റെഡീമബിൾ അറ്റ്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബെഞ്ചേഴ്സ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലേ. അതിൽ ബാങ്കിൽ 2000 × 110 വരും. അപ്പോൾ 2,20,000. ടു ഡിബെഞ്ചറിൽ ഒറിജിനൽ വില 2000 × 100 10 രൂപ പ്രീമിയം. അപ്പോൾ 2000 × 10 20,000. സെറ്റല്ലേ? അടുത്ത് നോക്കിയാൽ 2000 ഡിബെഞ്ചർ ₹100 ഈച്ച്, റീപേബിൾ അറ്റ് 105. 100 രൂപയ്ക്ക് വിറ്റ സാധനം റെഡീമബിൾ അറ്റ് 105 ആണ്. അപ്പോൾ ഏതാ കേസ്? ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആണോ? നാലാമത്തെയാണ്. 2000 ഡിബെഞ്ചർ ഓഫ് ₹100 രൂപയ്ക്ക് കൊടുത്തു, റീപേബിൾ അറ്റ് 105, റെഡീമബിൾ 105. ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പ്രീമിയം അല്ലേ. അപ്പോൾ അതിൻ്റെ കേസ് നിങ്ങൾക്ക് അറിയില്ല, എൻട്രി അറിയില്ല. ബാങ്ക് അക്കൗണ്ട് അറ്റ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബെഞ്ചേഴ്സ് ടു പ്രീമിയം റിഡംഷൻ. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അതിൽ 2000 × 100 ആണ് ഇഷ്യൂ ചെയ്ത ബാങ്കിൽ വരും. അപ്പോൾ 2 ലക്ഷം. മറ്റോടത്ത് 2000 × 100 തന്നെ 2 ലക്ഷം വരും. പ്രീമിയം എത്രയാ? 5 അല്ലേ. അപ്പോൾ 2000 × 5 1000 10,000. അതാണ് നഷ്ടം, ലോസ്. സെറ്റ് അല്ലേ? അടുത്ത ലാസ്റ്റ് കേസ്. ഇഷ്യൂഡ് 2000 ഡിബെഞ്ചർ ഓഫ് ₹100 ഈച്ച് അറ്റ് 95, റീപേബിൾ അറ്റ് 110. 100 രൂപയുടെ ഡിബെഞ്ചർ 95 രൂപ വിറ്റു, പക്ഷെ റെഡീമബിൾ 110 ആണ്. അപ്പോൾ ഏതാ കേസ്? ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റെഡീമബിൾ അറ്റ് പ്രീമിയം. ഈ സെയിം എൻട്രി തന്നെയല്ലേ വരിക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ലോസ് ഓൺ അക്കൗണ്ട് ടു ഡിബെഞ്ചേഴ്സ് ടു പ്രീമിയം റിഡംഷൻ. അതിൽ ബാങ്കിൽ എന്ത് വരും? 2000 × 95 വരും, 1,90,000. മറ്റടുത്ത് ഡിബെഞ്ചറിൽ ഫേസ് വാല്യൂ 2000 × 100 2 ലക്ഷം. പ്രീമിയം 10 അല്ലേ. അപ്പോൾ 2000 × 10 അപ്പോൾ 20,000. അപ്പോൾ നഷ്ടം എത്ര വരിക? മൊത്തം നഷ്ടം എത്ര? 95 രൂപയ്ക്ക് വിറ്റ സാധനം 110 രൂപയ്ക്ക് വാങ്ങുമ്പോൾ എത്ര നഷ്ടം? 15 രൂപ. അപ്പോൾ 2000 × 15 30,000 നഷ്ടം. സെറ്റല്ലേ? ഓക്കെ മക്കളെ, ഇപ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇത് നന്നായി പഠിച്ചോളൂ. ഇത് എസ് ആയിട്ട് വരാറുണ്ട് 10 മാർക്കിനായിട്ട്. ഇതിൽ ഏതെങ്കിലും ടൈപ്പ് എസ് ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഡിബെഞ്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ.